വർണ്ണാശ്രമ ധർമ്മങ്ങളുടെ ആദ്യത്തെ അധ്യായമാണ് 11ാമത്തെ അധ്യായം. ആ അധ്യായത്തിന് നമുക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് നമ്മുടെ ഈ ഭാഗവത കുടുംബം തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ സജീവമായിട്ട് ഇതിൽ ഉള്ള ആളാണ് രമാദേവി രാമകൃഷ്ണൻ. എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങൾ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ ഭാഗവതഹംസം മല്ലൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ശ്രാദ്ധ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്നതായിട്ടുള്ള ഈ ഭാഗവത നവാഹയജ്ഞത്തിന് 4ാം ദിവസത്തെ പ്രഭാഷണത്തിനായിക്കൊണ്ട് ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. മന്ദാരമൂലേ മദനാഭിരാമം ബിംബാതരാപൂരിത വേണുനാദം ഗോപഗോപീജനമധ്യ സംസ്ഥം ഗോപം ഭജേ ഗോകുലപൂർണചന്ദ്രം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ശ്രീ പത്മനാഭാശരണം, ശ്രീ പത്മനാഭാശരണം, ശ്രീ പത്മനാഭാശരണം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാമ്ന അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. മള്ളിയൂർ ഗുരുനാഥന്റെ ശ്രാദ്ധത്തോടനുബന്ധിച്ച് നമ്മളെല്ലാ വർഷവും ഇവിടെ ഭാഗവത സേവ നടത്താറുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ നവാഹമായിട്ടാണ് നടത്തുന്നത്. അപ്പൊ അതിൽ ഈ സത്കർമ്മത്തിൽ എനിക്ക് 2 വാക്ക് പറയാനായിട്ട് അവസരം തന്ന മനുതിരുമേനിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. കൂടാതെ ഈ ഭാഗവത കുടുംബത്തിലെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. എനിക്കിവിടെ ഭഗവാനായിട്ട് നിശ്ചയിച്ചു തന്നിരിക്കുന്നത് ഭാഗവതത്തിലെ സപ്തമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായമാണ്. ഈ ഭാഗവത പുരാണ ലക്ഷണങ്ങളില് ഊതി എന്ന ഭഗവത് ലീലയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ലീല ഈ ഊതി എന്നാല് അവരവർ അനുഷ്ഠിക്കുന്നതായ കർമ്മങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതായ ശുഭം ഉണ്ടാകുന്നതായ വാസനകൾ, അത് ശുഭവാസനയാകാം അശുഭവാസനയാകാം. അവരൊരു ശുദ്ധിയും മനഃശുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് സദ്വാസന ഉണ്ടാകുന്നു. അതുപോലെ മഹത് വ്യക്തികളിൽ നിന്ന് നമുക്ക് അവരുടെ അനുഗ്രഹത്താൽ നമുക്ക് സദ്വാസന ഉണ്ടാകുന്നതായും കാണും. എന്നാൽ നമുക്ക് ശാപം മൂലം, ശാപം പലതരത്തിലുള്ള ശാപമുണ്ട്. ഗുരുശാപം, ഋഷിശാപം, പിതൃശാപം, അങ്ങനെ ഈ ശാപങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അശുഭവാസന ഉണ്ടാകുന്നു. നമുക്ക് ഒരു ഉദാഹരണമായിട്ട് പറയാം. ഷഷ്ഠസ്കന്ധത്തില് ഇപ്പൊ ഇന്ന് പറഞ്ഞതാണ്. ഷഷ്ഠസ്കന്ധത്തിലെ ഇന്ദ്രന് ഗുരുവിൽ നിന്ന്, ദേവഗുരുവായ ബൃഹസ്പതിയിൽ നിന്ന് കിട്ടിയ ശാപത്തിനെ പറഞ്ഞിട്ടുണ്ട്. ഇന്ദ്രന് ഈ ഇതൊക്കെ കടക്കാനുള്ള മാർഗങ്ങളൊക്കെ ഇന്ദ്രനറിയാം. പക്ഷെ നമുക്കൊക്കെ ഒരു ശാപം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് ജീവിതകാലം കൊണ്ട് നടക്കേണ്ടി വരും. അതാണ്. അതുകൊണ്ട് ആരിൽ നിന്നും നമ്മുടെ മനസ്സാ വാച കർമ്മണ നമ്മൾ ആരെയും ദ്രോഹിക്കുകയോ ചെയ്യാൻ അവരിൽ നിന്നൊന്നും ശാപം ഏൽക്കാതിരിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിന് ആദ്യത്തെ 10 അധ്യായങ്ങളിലായിട്ട് ഋഷികോപത്തിന് പാത്രീഭൂതനായ ഹിരണ്യകശുവിന്റെയും പിന്നെ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായ പ്രഹ്ലാദ അസുരബാലന്റെയും കഥയാണ് ഇവിടെ. ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായ പ്രഹ്ലാദന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഹിരണ്യകശുവിന് എങ്ങനെ ഈ ശാപം കിട്ടിയെന്ന് നോക്കാം. ഭഗവാന്റെ ദർശനത്തിനായിട്ട് വൈകുണ്ഠത്തിൽ എത്തിയതായ ഈ സനകാദി ഋഷിമാരെ ഭഗവാന്റെ പാർശ്വതന്മാരായ ജയവിജയന്മാര് അകത്തേക്ക് കടത്തിവിട്ടില്ല. അപ്പൊ ഭഗവത് ദർശനം കിട്ടാതെ വന്നപ്പോ അവർക്ക് ഋഷിമാരാണെങ്കിൽ അവർക്ക് കോപം ഉണ്ടായി. അങ്ങനെ അവര് ഈ ജയവിജയന്മാരെ ശപിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ 3 ജന്മം അസുരജന്മം എടുത്ത് പോട്ടെ എന്ന്. അങ്ങനെ അവർക്ക് 3 ജന്മം അവർക്ക് അസുരജന്മം എടുത്ത് താഴേക്ക് പതിക്കേണ്ടി വന്നു. എന്നാലും അവര് പ്രാർത്ഥിച്ചു. അവര് ഈ മുനിമാരോട് പ്രാർത്ഥിച്ചു, ഈ 3 ജന്മം ശാപം കിട്ടിയ ഞങ്ങൾക്ക് വിഷമമില്ല, പക്ഷെ ഈ 3 ജന്മങ്ങളിൽ ഞങ്ങൾക്ക് ഭഗവാനെ സ്മരിക്കാനുള്ള ഒരു
അനുഗ്രഹം തരണമെന്ന് പറയുന്നു. അങ്ങനെ അവർ പറയുന്നു ആവും നിങ്ങൾ മൂന്നാമത്തെ ജന്മത്തിൽ ഭഗവാന്റെ മോക്ഷത്തിന് അർഹരാകും എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ എന്നിട്ട് ഇവർക്ക് ഈ ശാപം കിട്ടിയത് ഈ അതിലാണ് ആദ്യം ഉണ്ടാവുന്ന ഹിരണ്യാക്ഷനും ജയവിജയന്മാര് ആദ്യം ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും, പിന്നെ രണ്ടാമത് രാവണനും കുംഭകർണനുമായിട്ട് ജന്മം കൊടുക്കുന്നു, മൂന്നാമതാണ് ശിശുപാലനും ദന്തോക്തരനായിട്ട് എടുക്കുന്നത്. അപ്പൊ അവസാനം ആണ് ഈ ശിശുപാലനും ദന്തോക്തനും ഭഗവാന് തന്നിലേക്ക് തന്നെ മോക്ഷം ജയിപ്പിച്ച് മോക്ഷം കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് ഇവർക്ക് ശാപം കിട്ടുക. അതുപോലെ ഹിരണ്യകശിപുവിന്റെ പുത്രനായ അസുരപാലനായ പ്രഹ്ലാദന് മാതാവിന്റെ ഗർഭത്തിൽ വെച്ച് തന്നെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനിടയായി. കാരണം നാരദ മഹർഷിയുടെ സംഘത്തിലാണ് പ്രഹ്ലാദൻ വളർന്നത്. അപ്പൊ അങ്ങനെ നാരദന്റെ ഉപദേശങ്ങളുടെ കുട്ടിക്കാലം മുതൽ നാരദന്റെ ഈ ഉപദേശങ്ങളൊക്കെ കേട്ട് ഈ പ്രഹ്ലാദൻ ഭഗവത് പ്രീതിയായി ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായി. അങ്ങനെ ആണ്. അതുകൊണ്ട് നമ്മൾ മഹത്വ്യക്തികളുടെയൊക്കെ അനുഗ്രഹത്തിന് പാത്രമായ കർമ്മങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരിൽ നിന്നൊന്നും ശാപം ഏൽക്കാതിരിക്കാൻ ഉള്ള കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാൻ പാടില്ല എന്നും ആണ് ഈ ഭഗവാന്റെ ഊതി എന്ന ഈ ലീലാവർണ്ണനത്തിൽ ഇവിടെ പറയുന്നത്. സപ്തമസ്കന്ധത്തിന്റെ ആദ്യത്തെ 5 അധ്യായങ്ങളിൽ പറയുന്നത് ജ്ഞാനയോഗം ഭക്തിയോഗത്തെ കുറിച്ചാണ് അവിടെ വർണ്ണിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഹിരണ്യാക്ഷന്റെ ഹിരണ്യകശുവിന്റെ പ്രഹ്ലാദന്റെ കഥയാണ് അവിടെ പറയുന്നത്. അതിൽ ജ്ഞാനയോഗവും ഭക്തിയോഗമാണ് അതിൽ പറയുന്നത്. 11ാമത്തെ അധ്യായത്തില് മനഃശുദ്ധിയോടുകൂടി ഭഗവാനെ അർപ്പിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ ഭക്തിജ്ഞാന വൈരാഗ്യത്തിലേക്ക് എത്തിക്കുന്നുവെന്നും അങ്ങനെ ആണ് പറയാം. ഈ 11ാം അധ്യായത്തിൽ എത്തിക്കുന്നു. കൂടാതെ ഈ 11ാം അധ്യായത്തിൽ ഈ ലോകത്തിൽ മനുഷ്യരെല്ലാവരും നടത്തേണ്ടതായ സാധാരണ ധർമ്മങ്ങളെ കുറിച്ചും, പിന്നെ ബ്രാഹ്മണാദി 4 പറഞ്ഞു, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഈ 4 വർണ്ണങ്ങളിൽപ്പെട്ടവരും അനുഷ്ഠിക്കേണ്ടതായ ധർമ്മങ്ങളെ കുറിച്ചും പറയുന്നു. പിന്നെ കൂടാതെ സ്ത്രീകളുടെ ധർമ്മങ്ങളെ കുറിച്ചും ആണ് ഈ 11ാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. ഇത് നടക്കുന്നത് നാരദ യുധിഷ്ഠിര മഹാരാജാവ് നാരദനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് നടക്കുന്ന സ്ഥലം ഇന്ദ്രപ്രസ്ഥത്തിലെ രാജസൂയം നടക്കുന്ന യജ്ഞശാലയിൽ വെച്ചാണ് യുധിഷ്ഠിര മഹാരാജാവ് നാരദ മഹർഷിയോട് ഇതൊക്കെ ചോദിക്കുന്നത്. ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളെ കുറിച്ചും എല്ലാവരും ഈ വർണ്ണങ്ങളെ കുറിച്ചും ഒക്കെ ചോദിക്കുന്നത് അവിടെ വെച്ചാണ് യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്നത്. അപ്പം യുധിഷ്ഠിരൻ നാരദനോട് ചോദിക്കുന്നു, അല്ലയോ ഭഗവാൻ ശ്രോതുമിച്ഛാമി നൃണാം നാരദ മഹർഷി, മനുഷ്യരുടെ വർണ്ണാശ്രമ ആചാരങ്ങൾക്ക് അടിസ്ഥാനമായ സനാതന ധർമ്മത്തെ കുറിച്ച് എനിക്കൊന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ മനുഷ്യൻ മനഃശുദ്ധി നേടി ഭക്തിയിലേക്കും അതുവഴി വിജ്ഞാനത്തിലേക്കും എത്തുന്നതായിട്ടാണല്ലോ അറിയുന്നത്. അങ്ങേപോലെ യുധിഷ്ഠിരന്മാര് പറയണം, അങ്ങേപോലെ ഇതിന്റെ സാരത്തെ അറിയാവുന്ന അങ്ങേപോലെ ഇതിന്റെ സാരത്തെ അറിയാൻ മറ്റാർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ യാഗാദി കർമ്മങ്ങൾ കൊണ്ട് തപസ്, യജ്ഞം, വ്രതചര്യകള് ഇവയുടെയൊക്കെ അനുഷ്ഠാനങ്ങൾ കൊണ്ട് ബ്രഹ്മദേവന്റെ പുത്രന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് അങ്ങ് എന്നാണ് അറിയുന്നത്. കൂടാതെ ധർമ്മത്തിന്റെ മൂർത്തിയായ ശ്രീ നാരായണന്റെ പരമഭക്തനുമാണ് അങ്ങ്. അപ്പോൾ അങ്ങ് അറിയുന്ന പോലെ മറ്റാർക്കും ഈ പരമരഹസ്യത്തെ കുറിച്ച് ജ്ഞാനം ഉണ്ടെന്ന് തോന്നില്ല. അതുകൊണ്ട് അങ്ങയിൽ നിന്ന് തന്നെ ഇത് അറിയണം എന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് യുധിഷ്ഠിരൻ നാരദ മഹർഷിയോട് പറയാണ്. അപ്പൊ ഇത് കേട്ടത് നാരദ മഹർഷി ലോകങ്ങളിൽ ധർമ്മത്തെ പ്രകാശിപ്പിക്കുന്നതായ ശ്രീ നാരായണനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു. നാരായണ 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 ശ്രീ നാരായണനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാ ധർമ്മങ്ങൾക്കും പ്രമാണം സർവവേദ സ്വരൂപനായ ശ്രീ നാരായണനാണ്. ധർമ്മപരിപാലനം ഈ ധർമ്മപരിപാലനമാണ് ഭഗവാൻ ചെയ്യുന്നത്. ഈ ധർമ്മപരിപാലനം ഭഗവാൻ ഇഷ്ടമായതിനാൽ ആ ഭഗവാന്റെ പ്രീതിക്കായിട്ട് ഞാൻ ഈ ഭഗവാൻ എനിക്ക് ഉപദേശിച്ചു തന്നതായ ഈ സനാതന ധർമ്മത്തെക്കുറിച്ച്
അങ്ങക്ക് ഈ അനാഥ ധർമ്മത്തെ കുറിച്ച് അങ്ങക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് നാരദ മഹർഷി പറഞ്ഞു. എന്നിട്ട് പറയുന്നു, ഭഗവാൻ അത് പറയാണ്, ഭഗവാൻ നാരായണൻ തൻ്റെ ആത്മാംശമായ നരനോടുകൂടി ഇന്നും ബദരികാശ്രമത്തില് തപസ് ചെയ്ത് ധർമ്മത്തെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നു. ഇവിടെ ബദരികാശ്രമത്തില് പറയുന്നത് രണ്ട് പർവ്വതങ്ങളുണ്ട്, നരപർവ്വതം, നാരായണ പർവ്വതം. അവിടെ രണ്ടുപേരും അവിടെ തപസ് ചെയ്ത് ഇരിക്കുന്നു എന്നാണ്, ഇപ്പോഴും തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ ഈ ശ്രീനാരായണൻ ധർമ്മന് ദക്ഷപുത്രിയായ മൂർത്തി ദേവിയിൽ അവതരിച്ചു. അതാണ് ഭഗവാൻ മൂർത്തി ദേവിയിലെ അവതരിച്ചു. പിന്നെ ഈ ധർമ്മങ്ങളെല്ലാം ഭഗവാന്റെ മുഖത്തു നിന്നുണ്ടായിട്ടുള്ളതാണ്. ശ്രീനാരായണന്റെ ഇതിന്റെ ധർമ്മത്തിന്റെയൊക്കെ അടിസ്ഥാനം, ഈ എല്ലാ ധർമ്മങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശ്രീനാരായണന്റെ മുഖത്തു നിന്ന് നിർഗളിച്ചതായ ഭഗവാൻ ദർശനം നൽകിയതായ ഈ 4 വേദങ്ങളും പിന്നെ സ്മൃതികളും ആണ് ഈ ധർമ്മത്തിന്റെ എല്ലാ പ്രമാണം. ഇനി എന്താണ് വേദം എന്ന് വെച്ചാല്, പരമാത്മാ ഏന വേദ്യത സവേദ. പരമാത്മാ ഏന വേദ്യത സവേദ. പരമാത്മാവ് ഏതൊന്നിനാൽ അറിയപ്പെടുന്നു അതാണ് വേദം. എന്നാൽ സ്മൃതി എന്താണ്? സ്മൃതി എന്ന് വെച്ചാൽ ഈ വേദങ്ങളെല്ലാം അറിഞ്ഞ് നല്ലപോലെ അറിഞ്ഞ് മനസ്സിലാക്കിയതായ ഋഷിമാര് കാലത്തിനും ദേശത്തിനും അനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി എഴുതി ഉണ്ടാക്കിയതാണ് ഈ സ്മൃതികൾ. ഈ സ്മൃതികൾ മനുഷ്യനിർമ്മിതമാണ്. എന്നാൽ ഈ വേദത്തിനെ അടിസ്ഥാനമാക്കിയാണ് സ്മൃതികൾ. സ്മൃതികളിൽ ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ ഈ സ്മൃതികളിൽ ഇതിനൊന്നും അത്ര പ്രാധാന്യമില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം വേദത്തെ അടിസ്ഥാനമാക്കിയാണ് സ്മൃതികളും ബാക്കി എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ധർമ്മങ്ങളെ വേണ്ട പോലെ അനുഷ്ഠിക്കുന്നതായാല് അന്ധകരണ ശുദ്ധിയൊക്കെ ഉണ്ടായി, അന്തഃകരണ ശുദ്ധിയായി നമ്മുടെ അന്ധകരണം പ്രസാദിക്കും. ആ പ്രസന്നമായ അന്ധകരണത്തിലൂടെ ഭക്തി ജ്ഞാന വൈരാഗ്യത്തിൽ എത്താം എന്നാണ്. അതുവഴി നമുക്ക് മോക്ഷത്തിലേക്ക് എത്താം എന്നാണ് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ജന്മം സഫലമാകുന്നു. ഇനി ഈ ധർമ്മത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയും. ശ്രുതി സ്മൃതി സദാചാരം സസ്യജ പ്രിയമാത്മന സമ്യക് സങ്കല്പ കാമോ ധർമ്മമൂലം ഇതം സ്മൃതം. ശ്രുതി സ്മൃതി എന്ന് വെച്ചാൽ വേദം തന്നെയാണ്. സ്മൃതി സദാചാരം ആത്മസന്തോഷം. പിന്നെ സമ്യക് സങ്കല്പജ കാമോ എന്ന് വെച്ചാല് നല്ല സങ്കല്പങ്ങൾ, നമ്മുടെ മനസ്സിൽ നല്ല സങ്കല്പങ്ങൾ ഉണ്ടായി നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും. അതിനെ അടിസ്ഥാനമാക്കി നമ്മൾ ചെയ്യുന്ന സത്കർമ്മങ്ങൾ, ആ സദ്വാസനയിൽ നിന്നുണ്ടാകുന്നതായ കർമ്മങ്ങൾ ചെയ്യാനുള്ള ആ ഒരു കാമം, ആ ഒരു ആഗ്രഹം, അതാണ് ഈ സമ്യക് സങ്കല്പജ കാമം എന്ന് പറയുന്നത്. സത്യം, ധർമ്മം, ദയ, അഹിംസ, ത്യാഗം ഉള്ളവര് ഇല്ലാത്തവർക്ക് കൂടി വിഭജിച്ചു കൊടുക്കാനുള്ള ആ നല്ല മനസ്സ്, പിന്നെ ഇതൊക്കെ അടിസ്ഥാനമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതാണ് സമ്യക് സങ്കല്പജ കാമം എന്ന് ഇവിടെ പറയുന്നത്. ഇവയൊക്കെയാണ് ധർമ്മത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നു. ഇനി സർവ്വജനങ്ങൾക്കും ശ്രേയകരമായിട്ടുള്ളതായ ഈ ധർമ്മത്തെ കുറിച്ചാണ് ഇനി പറയുന്നത്. നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്ന ധർമ്മത്തെ കുറിച്ചാണ് ഇനി ഇവിടെ പറയുന്നത്. സത്യം, ദയ, തപ, ശൗചം, തിതിക്ഷേഷ, ശമോ, ദമ, അഹിംസ, ബ്രഹ്മചര്യം, ത്യാഗ, സാധ്യായ ആർജവം, സന്തോഷ, സമദൃക് സേവ, ഗ്രാമ്യോ ഉപരമ ശനൈ, തൃണാം വിപര്യേഷ, മൗനം, ആത്മവിവർശനം, അന്നാദ്യാദേ സംവിഭാഗോ പൂജയേഭ്യച്ച യഥാർഹത, ശേഷാത്മദേവതാ ബുദ്ധി സുതരാം നൃഷു പാണ്ഡവ. ഇതാണ് 30 ധർമ്മങ്ങൾ പറയുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സത്യം എന്ന് വെച്ചാൽ യഥാർത്ഥ ഭാഷണം, കളവ് പറയാതിരിക്കുക. ദയ, അന്യരുടെ ദുഃഖത്തെ തീർക്കണമെന്നുള്ള ആ ഉദ്ദേശത്തോടുകൂടിയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് ദയ. തപസ്, ഏകാദശി വ്രതങ്ങൾ തുടങ്ങിയായിട്ടുള്ള തപസ്, ഉപവാസാനുഷ്ഠാനം, ഇതൊക്കെയാണ് തപസ്. ശൗചം എന്ന് പറയുന്നത് ശരീരശുദ്ധി, എപ്പോഴും ശരീരശുദ്ധി ഉണ്ടായിരിക്കണം. തിതിക്ഷ,
ശീതോഷ്ണ സുഖദുഃഖ എന്നീ ദ്വന്ദ്ങ്ങളെ സഹിക്കാനുള്ള ഒരു ശക്തി, അതാണ് തിദിക്ഷ. ഈ ഈക്ഷ യുക്തി വിചാരം. ശമം എന്ന് വെച്ചാൽ അന്ധകരണ വിജയം. ദമം ബാഹ്യേന്ദ്ര വിജയം. പിന്നെ അഹിംസ. അഹിംസ എന്ന് വെച്ചാല് മനസ്സ വാച കർമ്മണ മറ്റൊരാളെ വേറെ ആർക്കും ഒരു ദ്രോഹം ഉണ്ടാകാതെ, ഈ മുഖത്തിലുള്ള മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുക. അതാണ് അഹിംസ. പിന്നെ ബ്രഹ്മചര്യം. നമുക്ക് നിശ്ചിത സമയങ്ങളിൽ പറഞ്ഞിട്ട് സ്ത്രീ സംഗമം ഉപേക്ഷിക്കുന്ന ശീലം. പിന്നെ ത്യാഗം. നമ്മൾ എന്തെങ്കിലും സ്വഭാവം ശീലിച്ചിട്ടുണ്ട്, അതിനെ ആവശ്യം വന്നാൽ നമ്മളെ ഉപേക്ഷിക്കണം എന്ന് വന്നാൽ അത് ഉപേക്ഷിക്കാനുള്ള ആ ഒരു മനസ്സ്, അതിനുള്ള ഒരു ശക്തി, അതാണ് തിദിക്ഷ. അല്ല ത്യാഗം, അതാണ് ത്യാഗം. പിന്നെ ആർജവം. മനസ്സിൽ കാപട്യമില്ലാതിരിക്കുന്നതാണ് ആർജം. സന്തോഷം. നമുക്ക് ദൈവഗത്യ, നമുക്ക് ഉള്ളത്, നമുക്ക് എന്താണോ നമുക്ക് തന്നിട്ടുള്ളത്, ദൈവമായി നമുക്ക് ഭഗവാൻ എന്ത് തന്നിട്ടുണ്ടോ, നമുക്ക് അർഹപ്പെട്ടത് തന്നത്, അതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ ഉള്ള ആ ഒരു മനസ്സിൽ അതാണ്. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കണ്ടിട്ട് അവർക്ക് അതെല്ലാം ഉണ്ടല്ലോ, അവർക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, എനിക്കതില്ലല്ലോ എന്നുള്ള അങ്ങനെ ചിന്തിക്കേണ്ട. നമുക്ക് ദൈവം തന്നെ എന്താന്ന് വെച്ചാൽ അത് വെച്ച് നമ്മൾ ജീവിക്കുക, സന്തോഷത്തോട് ജീവിക്കുക. പിന്നെ സമതൃപ്ത സേവ. മഹാന്മാരെ ഭഗവത് ഭക്തന്മാരെയൊക്കെ പരിചരിക്കുക. മൗനം. ആവശ്യമില്ലാത്തടത്ത് കയറി ആവശ്യമില്ലാതെ സംസാരിക്കുക. അധിക സംസാരിക്കേണ്ടത് മാത്രം സംസാരിക്കുക, ആവശ്യമില്ലാത്തത് സംസാരിക്കുക. മൗനം, അത് നല്ലൊരു സ്വഭാവമാണ് മൗനം. പിന്നെ ആത്മവിമർശനം. ആത്മാവിനെ കുറിച്ചുള്ള വിചാരം. ആത്മാവെന്നും ദേവനെന്നുള്ള ആ ഭാവന. ഇങ്ങനെ ഈ 21 ഗുണങ്ങള് നമുക്ക് ഈ ധർമ്മങ്ങൾ ആചരിക്കുന്നതുകൊണ്ട് ഭക്തിയെ ജനിപ്പിക്കുന്ന ഇതൊക്കെ നമ്മളെ ഭക്തിയെ ജനിപ്പിക്കുന്ന ഘടകങ്ങളാകുന്നു. ഈ കൂടാതെ ശ്രവണം, ഭഗവാന്റെ ഗുണകർമ്മങ്ങൾ കേൾക്കുക, ഭഗവത് സ്വരൂപത്തെ സ്മരിക്കുക, സേവ, ഭഗവത് പരിചര്യകൾ, പൂജ, ഭഗവാന് അർഘ്യ പൂജകളിൽ നൽകുക, അങ്ങനെയുള്ള പൂജ. പിന്നെ നമസ്കാരം. ദാസ്യം. ദാസനെ പോലെ കർമ്മങ്ങളുടെ ഫലങ്ങളെയും ഭഗവാനിൽ അർപ്പിക്കാനുള്ള ആ മനസ്സ്. പിന്നെ സഖ്യം, ആത്മസമർപ്പണം എന്നീ ഈ 9 ഗുണങ്ങളും നമ്മുടെ ഭക്തിക്കുള്ള സാധന മാർഗങ്ങളാവുന്നു. അങ്ങനെ 30 ധർമ്മങ്ങളെ കുറിച്ചാണ് നാരദ മഹർഷി യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നത്. ഈ 30 ധർമ്മങ്ങൾ സകല മനുഷ്യരും ആചരിക്കേണ്ട ധർമ്മങ്ങളാകുന്നു. ഇത് ആചരിക്കുന്നതോടെ എല്ലാവർക്കും ഒരു ശ്രേയ മാർഗങ്ങൾ ആകുന്നു. ഈ ധർമാനുഷ്ഠാനം കൊണ്ട് സർവ ഭൂതങ്ങളിലും ആത്മാവായിരിക്കുന്ന ഭഗവാന് ശ്രീഹരി പ്രസാദിക്കുന്നു. അതിനാൽ ഈ ധർമ്മങ്ങളെ എല്ലാം ഉത്തമ ധർമ്മങ്ങളായിട്ടാണ് ഇവിടെ നാരദ മഹർഷി പറഞ്ഞിട്ടുള്ളത്. ഈ 30 ധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നാരദമുനി 4 വർണ്ണങ്ങളിൽപ്പെട്ട ആളുകൾ ആചരിക്കേണ്ടതായ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഈ 4 വർണ്ണങ്ങളിൽ വിശേഷങ്ങളായി അവരൊക്കെ ആചരിക്കേണ്ട കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് യുധിഷ്ഠിരന്. ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ, തന്റെ ജന്മം മുതൽ, ജീവിതത്തിലെ ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെ നിശ്ചയമായി ആചരിച്ചിരിക്കേണ്ട ഒരു 16 സംസ്കാരങ്ങളുണ്ട്. അവയെ ആണ് ഈ ഷോഡശ സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. അതിൽ പറയുന്നത് ഗർഭാധാനം, പുംസവനം, സീമന്തം, ജാതകർമ്മം, നാമകരണം, നിഷ്ക്രമണം, അന്നപ്രാശം, ചൂടാകരണം, ഉപനയനം, വിദ്യാരംഭം, ഔപനിഷദം, മഹാനാമ്യം, സമാവർത്തം, വിവാഹം, വാനപ്രസ്ഥ, അന്ത്യേഷ്ടി. ഇങ്ങനെ 16 സംസ്കാരങ്ങൾ. 16 ആണ് ഒരു ലോകത്തിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ടതായ 16 സംസ്കാരങ്ങളാണ്. ഇവയെല്ലാം മുടക്കം കൂടാതെ അനുഷ്ഠിക്കുന്നതിനാണ് ജിജൻ ബ്രാഹ്മണൻ എന്ന് ബ്രഹ്മാവ് പറയുന്നു. ജന്മം കൊണ്ടും ആചാരം കൊണ്ടും പരിശുദ്ധരന്മാരായവർക്ക് മാത്രമേ ആശ്രമോചിതങ്ങളായ ക്രിയകൾ അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളൂ. അത് ജന്മം കൊണ്ടും പിന്നെ അവരുടെ ആചാരം കൊണ്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നവരെയാണ് ദ്വിജൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ 16 സംസ്കാരങ്ങൾ എന്തൊക്കെയാണ് അറിയാവുന്ന ഞാൻ പറയാം. അതില്
ഗർഭാധാനം, പുംസവനം, സീമന്തം, ജാതകർമ്മം, നാമകരണം അങ്ങനെ. അതില് പിന്നെ രണ്ടു മൂന്നെണ്ണം എനിക്ക് അറിയാവുന്ന ഞാൻ പറയാം. ഉപനയനം എന്ന് വെച്ചാല് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാല് അത് അടുത്ത് കൊണ്ടുപോകൽ ഞാൻ ആ വാക്കിന്റെ അർത്ഥം, അതായത് ഗുരുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ബാല്യത്തിൽ നിന്ന് വിദ്യാർത്ഥി ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ചടങ്ങാണ് ഈ ഉപനയനം എന്ന് പറയുന്നത്. പിന്നെ ഈ ഔപനിഷദം എന്ന് വെച്ചാല് ഉപനിഷത്തുക്കളെയെല്ലാം ശാസ്ത്രജ്ഞാനം നേടുന്നതാണ് ഔപനിഷദം. പിന്നെ പുംസവനം, കുട്ടിയുടെ ഗർഭസ്ഥ ശിശുവിന്റെ നല്ല വളർച്ചയ്ക്കും നല്ല ബുദ്ധിമാനായ കുട്ടി ഉണ്ടാവുന്നതിനും ധർമ്മിഷ്ഠനുമായ ഒരു സന്താനത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ് ഈ പുംസവനം എന്ന് പറയുന്നത്. പിന്നെ സീമന്തം എന്ന് പറയുന്നത് ഗർഭിണി അമ്മയുടെ മാതാവിന്റെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിനായിട്ടൊക്കെ ചെയ്യുന്ന ചടങ്ങുകളാണ് ഈ സീമന്തം. പിന്നെ പറയുന്നത് നിഷ്ക്രമണം, കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ആദ്യമായിട്ട് പുറത്തേക്ക് പോയി എല്ലാ സൂര്യനെ, ചന്ദ്രനെ, എല്ലാം പ്രകൃതിയൊക്കെ കാണിക്കുന്ന ആ ഒരു ചടങ്ങാണ് ഈ നിഷ്ക്രമണം എന്ന് പറയുന്നത്. പിന്നെ ചൂടാകരണം, മുടിയെടുക്കുക എന്നുള്ളത്. കുട്ടി ആദ്യം 6 മാസം എന്താ അറിഞ്ഞൂടെ എനിക്ക് മുടി എടുക്കുന്ന ആ ഒരു ചടങ്ങാണ് ഈ ചൂടാകരണം. പിന്നെ സമാവർത്തം എന്ന് പറഞ്ഞാൽ വിദ്യ പഠിക്കാൻ പോയതിനു ശേഷം ഗുരുവിന്റെ അടുത്ത് നിന്ന് വിദ്യയൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ആ ചടങ്ങാണ് ഇത് സമാവർത്തനം. പിന്നെ വിവാഹം ഗൃഹസ്ഥാശ്രമ പ്രവേശം. ഒറ്റയ്ക്ക് ജീവിച്ചതിന് ശേഷം ബ്രഹ്മചാരിയെ കുടുംബത്തോടുകൂടി കുടുംബജീവിതം നയിക്കാനുള്ള ആവുന്ന ഒരു ചടങ്ങാണ് ഗൃഹാശ്രമം. അത് കഴിഞ്ഞൊരു വാനപ്രസ്ഥം, കുടുംബജീവിതമൊക്കെ കഴിഞ്ഞ് ആത്മീയ ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടമാണ് ഈ വാനപ്രസ്ഥം. അവസാനത്തെയാണ് അന്ത്യേഷ്ടി എന്നാണ് പറയുന്നത്. അന്ത്യേഷ്ടി യാഗം. ഇത് നമ്മുടെ ഈ ശരീരത്തിന് കൊടുക്കുന്ന അവസാനത്തെ ഒരു യജ്ഞമാണ് ഈ അന്ത്യേഷ്ടി എന്ന് പറയുന്നത്. മനുഷ്യന് ശേഷം ആത്മാവിന് സദ്ഗതി കിട്ടാനും സദ്ഗതി കിട്ടാനും ശരീരത്തെ പഞ്ചഭൂതങ്ങളിൽ ലയിപ്പിക്കുന്ന കർമ്മമാണ് ഈ അന്ത്യേഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യൻ ജനിക്കുന്നത് മുതൽ മരിക്കുന്നവരെ ധർമ്മത്തോടെ ശുദ്ധിയോടെ ജീവിക്കാനുള്ള വഴിയാണ് ഈ 16 ഷോഡശ സംസ്കാരങ്ങളെന്നും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സ്മൃതികളിലും എല്ലാത്തിനും പറഞ്ഞിട്ടുണ്ട്, വേദത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇനി 4 വർണ്ണങ്ങളിലുള്ളവർ ചെയ്യേണ്ടത് ധർമ്മങ്ങളെ കുറിച്ച് ഇവിടെ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. അത് പിന്നെ ബ്രാഹ്മണന് അധ്യയനം, അധ്യാപനം, യജനം, യാചനം, ദാനം, പ്രതിഗ്രഹം. ഇതിന് 6 കർമ്മങ്ങളാണ്. ഇതിനെ ഷഡ്കർമ്മങ്ങൾ എന്ന് പറയും. ഇതിനെ പിന്നെ അധ്യയനം എന്ന് വെച്ചാല് സ്വയം പഠിക്കുക, ശാസ്ത്ര പഠനം, ബാക്കിയുള്ള പഠനങ്ങൾ അധ്യയനം. പിന്നെ അധ്യാപനം, ഈ പഠിച്ചത് നമുക്ക് കിട്ടിയ അറിവിനെ മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുന്നതാണ് അധ്യാപനം. പിന്നെ അത് കഴിഞ്ഞിട്ട് യജനം എന്ന് വെച്ചാല് സ്വന്തമായിട്ട് യാഗങ്ങളും യജ്ഞങ്ങളും പിന്നെ ഓരോ പൂജകളും ഇതൊക്കെ ചെയ്ത് യജനം എന്ന് പറയും. അപ്പൊ ഈ മറ്റുള്ളവരെ കൊണ്ട് ഈ യജനങ്ങൾ ചെയ്യിപ്പിക്കുക, അതാണ് യാചനം. പിന്നെ അടുത്തത് ദാനം നമ്മൾ മറ്റുള്ളവർക്ക് കൂടി ദാനം അറിഞ്ഞ് സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവർക്ക്, ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് നമ്മളെ പറ്റുന്ന പോലെയുള്ള ദാനങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ ഈ ദാനം നമ്മൾ ചെയ്യുമ്പോൾ അത് അർഹതപ്പെട്ടവർക്ക് വേണം ദാനം ചെയ്യാൻ. എല്ലാവർക്കും കൊടുക്കേണ്ട കാര്യമില്ല. അത് സമൂഹത്തിൽ കഷ്ടം അനുഭവിക്കുന്നവർക്ക്, ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് നമ്മൾ അറിഞ്ഞ് അവർക്ക് ദാനം ചെയ്യും. പിന്നെ അന്നദാനം ഒരു മഹദ്ദാനം എന്നൊക്കെയാണെന്ന് പറയുന്നത്. ഇപ്പോഴും ഈ അന്നദാനം വലിയ മഹദ്ദാനമാണെന്ന് എനിക്ക് അറിയാൻ തോന്നുന്നില്ല. അതെന്ന് വെച്ചാൽ ഇപ്പൊ ആഹാരം കഴിക്കാനില്ലാത്തവരൊന്നും ആരും ഇല്ല. ഇപ്പൊ പണ്ടത്തെ കാലത്തൊക്കെയാണ് ഈ അന്നദാനം മഹദ്ദാനം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് പിന്നെ അത് അന്നദാനം. അങ്ങനെ ഈ കഷ്ടതകളും ദുഃഖങ്ങളും അനുഭവിച്ച് കൊടുക്കുന്ന മനസ്സറിഞ്ഞ് നമ്മൾ അവർക്ക് നമ്മുടെ കഴിയുന്നോളം ദാനങ്ങൾ ചെയ്ത് അവരെ സഹായിക്കുക, ദാനം. പിന്നെ പ്രതിഗ്രഹം എന്ന് പറയുന്നത് ഈ നമ്മൾ ഇങ്ങോട്ട് സ്വീകരിക്കുന്നതാണ് പ്രതിഗ്രഹം എന്ന് പറയുന്നത്. ഈ പ്രതിഗ്രഹം അത് ഈ ബ്രാഹ്മണർക്ക് പ്രതിഗ്രഹം പറഞ്ഞിട്ട്, ബ്രാഹ്മണർക്ക്
പിന്നെ പ്രതിഗ്രഹം എന്ന് പറഞ്ഞാൽ ദാനമായിട്ട് സ്വീകരിക്കുന്നത് നമ്മൾ ദക്ഷിണയായിട്ടൊക്കെ സ്വീകരിക്കുന്നത്, പിന്നെ വിശേഷ സംഭാവനകളൊക്കെ സ്വീകരിക്കുന്നതൊക്കെയാണ് ഈ പ്രതിഗ്രഹം എന്ന് പറയുന്നത്. ഇതിൽ ഈ അധ്യയനവും ഈ യജനവും ദാനം, അധ്യയനം, യജനം, ദാനം എന്നീ ഈ 3 കർമ്മങ്ങൾ ബ്രാഹ്മണർക്ക് അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ യാചനം, അധ്യാപനം, പ്രതിഗ്രഹം ഇതൊക്കെ ഇവരുടെ ജീവിത മാർഗങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ അവർക്കുള്ള ജീവിത മാർഗങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഈ യാചനവും അധ്യാപനവും അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. പിന്നെ പ്രതിഗ്രഹം എന്ന് പറയുന്നത് ഇങ്ങോട്ട് സ്വീകരിക്കുന്നതാണ്. അത് നമ്മളെ എല്ലാവരിൽ നിന്നും ഈ പ്രതിഗ്രഹം പാടില്ല എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഈ അനാശാസ്യമായിട്ട് ഉണ്ടാക്കിയ മുതൽ വെച്ച് അനുഭവിക്കുന്നവരിൽ നിന്നോ, അല്ലെങ്കിൽ കള്ളന്മാരുടെ നിന്ന്, പിടിച്ചുപറിക്കാരുടെ നിന്ന്, അവരുടെ നിന്നും ഈ പ്രതിഗ്രഹം പാടില്ലെന്നാണ് പറയുന്നത്. ഈ ശുദ്ധമായിട്ട് നേരമാർഗത്തിലൊക്കെ സമ്പാദിച്ച പണം അല്ലെങ്കിൽ സമ്പത്ത് അവർക്ക് കഴിയുന്നവരിൽ നിന്നൊക്കെ നമുക്ക് ഇത് വാങ്ങിക്കാം, നമുക്കത് സ്വീകരിക്കാന്ന്. അത് വിശുദ്ധരിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാന്നാണ് പറയുന്നത്. അതുപോലെ ധർമ്മമാത്രത്തിൽ കൂടി സഞ്ചരിക്കുന്നവര്, ധർമ്മമാത്രത്തിൽ കൂടി ജീവിക്കുന്നവരിൽ നിന്ന് മാത്രമേ ഈ പ്രതിഗ്രഹം പാടുള്ളൂ. ആ കിട്ടിയ സാത്വികമായിട്ട് കിട്ടുന്ന ദാനം വിനയത്തോടെ സ്വീകരിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുക. അതാണ് പ്രതിഗ്രഹം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഭഗവാൻ ക്ഷത്രിയന്റെ ഭഗവത്ഗീതയിൽ ഭഗവാന് പറയുന്നുണ്ട്, ബ്രാഹ്മണരുടെ ലക്ഷണത്തെ കുറിച്ച് പറയുന്നു. ശമം ദമം തപ ശൗചം ശാന്തി ആർജവമേവച ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവം. അതായത് ശമം ദമം തപം ശൗചം ശാന്തി ആർജവം, പിന്നെ ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം ഇവയൊക്കെയാണ് ബ്രാഹ്മണന്റെ സ്വഭാവം എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശമം എന്ന് വെച്ചാൽ അന്ധകരണ വിജയം, ദമം നമ്മുടെ ബാഹ്യേന്ദ്രിയ വിജയം, പിന്നെ തപസ് വ്രതാനുഷ്ഠാനങ്ങൾ, ഏകാദശി മുതലായ ഈ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുക, ആ തപസ് ഉപവാസങ്ങൾ അനുഷ്ഠിക്കുന്നതൊക്കെയാണ് തപസ് എന്ന് പറയുന്നത്. ശൗചം നമ്മുടെ ശരീരശുദ്ധി, എപ്പോഴും ശരീരശുദ്ധി ഉണ്ടായിരിക്കണം. മനഃശുദ്ധി പോലെ തന്നെ എപ്പോഴും ശരീരശുദ്ധി ഉണ്ടായിരിക്കണം. ആർജവം, മനസ്സിൽ കപടം ഇല്ലാതിരിക്കുക. ജ്ഞാനം ശാസ്ത്രീയമായ ജ്ഞാനം, എന്തിനെ കുറിച്ച് ഒരു ശാസ്ത്രീയമായ ജ്ഞാനം ഉണ്ടായിരിക്കണം. ഏത് കാര്യത്തെക്കുറിച്ചാലും നമുക്ക് അതിനെക്കുറിച്ച് ഒരു ബേസായിട്ടൊരു ജ്ഞാനം ഉണ്ടായിരിക്കണം. പിന്നെ വിജ്ഞാനം, അത് വിജ്ഞാനം എന്ന് വെച്ചാൽ അനുഭവങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്ന ജ്ഞാനമാണ് അനുഭവജ്ഞാനം. പിന്നെ ആസ്തിക്യം എന്ന് വെച്ചാൽ നാസ്തികന്മാരെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ നാസ്തികന്മാർ വെച്ചാൽ ഒന്നിലും വിശ്വാസം ഇല്ല, ദൈവത്തിലും ആത്മാവിലും പുനർജന്മത്തിലൊന്നും വിശ്വാസം ഇല്ലാത്തവരാണ് ആസ്തികന്മാരെന്ന്. പക്ഷെ ഈ ആസ്തികന്മാർ വേദത്തിലും ഈശ്വരനിലും ആത്മാവിലും അവർക്ക് പുനർജന്മത്തിലെല്ലാം വിശ്വസിക്കുന്നവരാണ് ആസ്തികന്മാർ. ഇതൊക്കെയാണ്, ഈ സ്വഭാവങ്ങളെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാന് അർജുനനായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ ഇവർ അനുഷ്ഠിക്കേണ്ടുന്ന ധർമ്മങ്ങളാണ്. ക്ഷത്രിയന്റെ ധർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ ഷഡ്കർമ്മങ്ങളിലെ പ്രതിഗ്രഹം പാടില്ല എന്നാണ് പറയുന്നത്. അവർക്ക് അധ്യാപനവും യാചനവും അത് ആപത്ത് ധർമ്മങ്ങളായിട്ട് പഠിക്കുക. എന്ന് വെച്ചാൽ ഉപജീവനാർത്ഥം ചെയ്യുക, പിന്നെ പരോപകാരാർത്ഥമായിട്ടും ഈ 2 കർമ്മങ്ങൾ അവർക്ക് ചെയ്യാം. അത് ഭഗവാൻ ഗീതയിൽ പറയുന്നത്, അവർക്ക് പറയുന്നത് ശൗര്യം തേജ് ധൃതിർ ദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനം ഈശ്വരഭാവച്ച ക്ഷാത്രം കർമ്മസ്വഭാവം. ഇതാണ് അവരുടെ ക്ഷത്രിയന്മാരുടെ ക്ഷാത്രം കർമ്മസ്വഭാവം. അതാണ് അവരുടെ പറഞ്ഞത്. ശൗര്യം, തേജസ്, ധൈര്യം, സാമർഥ്യം, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടാതിരിക്കുക, ദാനശീലം, പ്രഭുത്വം, ഇവയെല്ലാം ക്ഷത്രിയ സ്വഭാവം. ശൗര്യം, സാമർഥ്യം, തേജസ്, പിന്നെ ധൈര്യം, സാമർഥ്യം, യുദ്ധത്തെ പേടിച്ച് പിന്തിരിഞ്ഞ് ഓടാതിരിക്കുക. അത് നമ്മള് മറ്റേ വൃത്രാസുരന്റെ ഇതിൽ പറയുന്നുണ്ടല്ലോ, ഈ ദേവന്മാരോട് തോറ്റ ഈ അസുരന്മാര് യുദ്ധകളത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടുമ്പം വൃത്രൻ അവരെ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്,
അസുര അസുരന്മാരെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിച്ച് ഓടുന്നത്? ഈ ശരീരം ജനിച്ചാൽ ഈ ശരീരം എന്നായാലും ഉപേക്ഷിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ളപ്പോ അങ്ങനെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഉള്ളപ്പം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിച്ചത്? യുദ്ധഭൂമിയിൽ ശത്രുവിനോട് ഏറ്റ് വീരമൃത്യു വരിക്കുന്നതാണ് ശ്രേഷ്ഠം എന്ന് അസുരനായ വൃത്രാസുരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ഈ യുദ്ധക്കളത്തിൽ നിന്ന് യുദ്ധം ചെയ്യുക എന്നുള്ളത് ക്ഷത്രിയന്റെ ഒരു കടമയാണ്. അവർക്ക് പറഞ്ഞിട്ടുള്ള കടമയാണ് ക്ഷത്രിയൻ ഈ യുദ്ധം ചെയ്യുക എന്നുള്ളത്. അത് എന്തിനാണ്? രാജ്യരക്ഷയ്ക്ക്, പ്രജകളുടെ രക്ഷയ്ക്ക് വേണ്ടിയൊക്കെ ഈ ക്ഷത്രിയ കർമ്മങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങളാണ് ഇതൊക്കെ. പിന്നെ അടുത്തത് വൈശ്യരുടെയാണ് പറയുന്നത്. വൈശ്യസ്തു വാർത്താവൃത്തിച്ച നിത്യം ബ്രഹ്മകുലാനുവ. വൈശ്യര് ബ്രാഹ്മണരെ അനുസരിച്ച് ജീവിക്കുന്നവർ. ഈ ബ്രാഹ്മണ അനുസരിച്ചെന്ന് വെച്ചാൽ അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ പറയുന്നതനുസരിച്ചും അതിനനുസരിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുകയും അതിനനുസരിച്ച് ജീവിക്കുകയും വേണമെന്നാണ് പറയുന്നത്. അവര് പിന്നെ എന്നിട്ട് കൃഷി, കച്ചവടം മുതലായ ഉപജീവന മാർഗങ്ങളാണ് അവർക്ക് സ്വീകരിക്കാവുന്നത്. അതിൽ ഈ വാർത്ത എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ കൃഷി, കച്ചവടം, ഗോരക്ഷ, ധനം പലിശയ്ക്ക് കൊടുത്ത് വാങ്ങുകല് എന്നീ ഈ കർമ്മങ്ങളെയൊക്കെയാണ് ഈ വാർത്ത എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് വൈശ്യന്റെ കർമ്മങ്ങൾ. ഇനി ശൂദ്രയുടെ കർമ്മങ്ങൾ പറയുന്നത്. ശൂദ്രസ്യ ദ്വിജ ശുശ്രൂഷ വൃത്തിച്ച സ്വാമിനോ ഭവേത്. ശൂദ്രൻ ദ്വിജന്മാരെ ശുശ്രൂഷിക്കാൻ, ദ്വിജന്മാരെ മാത്രമല്ല ഈ മൂന്നും വർഗങ്ങളെ, ബ്രാഹ്മണര്, വൈശ്യര്, ക്ഷത്രിയര്, വൈശ്യര്, ഇവര് ഈ മൂന്ന് വിഭാഗക്കാരെ സേവിക്കുക എന്നുള്ളതാണ് ശൂദ്രന്റെ ധർമ്മം. അപ്പൊ ഇവരെയൊക്കെ ശുശ്രൂഷിക്കുകയും സേവിക്കുകയും ചെയ്യുന്നതിന് അവരിൽ നിന്നൊക്കെ ലഭിക്കുന്ന ധനം കൊണ്ടാണ് ഇവരുടെ ഉപജീവന മാർഗം നടത്തേണ്ടത്. പറയുന്നത് പരിചര്യാത്മകം കർമ്മ ശൂദ്രസാവി സ്വഭാവം. അതാണ് അവരുടെ പരിചരണമാണ് അവരുടെ സ്വാഭാവികമായിട്ടുള്ള കർമ്മം. ഇനി അടുത്തത് പറയുന്നത് നാരദ മഹർഷി പറയുന്നു, എല്ലാ മനുഷ്യരും ജനിക്കുന്നത് ഒരുപോലെയാണ്. എല്ലാവരും യോനിയിൽ നിന്ന് ജനിക്കുന്നു. എല്ലാവർക്കും ഇന്ദ്രിയ വിഷയങ്ങളും എല്ലാം ഒരുപോലെ തന്നെയാണ്. ബാഹ്യ സ്ഥൂല ശരീരം അത് പറയുന്നു. ബാഹ്യ സ്ഥൂല ശരീരമല്ല ബ്രാഹ്മണ്യത്തിന് കാരണം, സ്വഭാവ ഗുണം കൊണ്ടാണ് ദ്വിജന്മാർ എന്ന വ്യവസ്ഥ നിർമ്മിക്കുന്നതെന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. സമാധി ഗുണസമ്പന്നനായിരുന്നാൽ ശൂദ്രനും ബ്രാഹ്മണൻ തന്നെയാണ്. എന്നാൽ വേദാധ്യയനം മുതലായ ബ്രാഹ്മണ ധർമ്മങ്ങൾ, വേദാധ്യയനം പറഞ്ഞ പോലെ എന്താണ് വേദാധ്യയനം ബ്രാഹ്മണർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതായ ഈ ധർമ്മങ്ങളൊന്നും ചെയ്യാത്തതായ ബ്രാഹ്മണൻ ശൂദ്രനേക്കാൾ അധപ്പതിച്ചവനാണ്. അത് പതിച്ച ബ്രാഹ്മണ ധർമ്മങ്ങൾ ചെയ്യാത്തവൻ ശൂദ്രനേക്കാൾ അത് താണവനായിട്ടാണ് ഭവിക്കുന്നത്. പിന്നെ ശമം, ദമം, തപസ് തുടങ്ങിയ ബ്രാഹ്മണ ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഇന്ദ്രിയങ്ങളെ, നമ്മുടെ വിഷയപരമായ ഇന്ദ്രിയങ്ങളെയൊക്കെ കടന്ന് ഭഗവാനിൽ എല്ലാം സമർപ്പിച്ച് ജീവിക്കണമെന്നാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ പറയുന്നത്, അങ്ങനെയുള്ള ആ ശൂദ്രൻ ഇങ്ങനെ എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നതായ ശൂദ്രൻ, അവൻ ജന്മം കൊണ്ട് ശൂദ്രനാണെങ്കിലും ബ്രാഹ്മണന് തുല്യമാണ്. അയാളെ ബ്രാഹ്മണനായിട്ട് കണക്കാക്കാമെന്നാണ് പറയുന്നത്. അതുപോലെ അത് നമുക്ക് പറയുന്നത് ഇതാണ് പഞ്ചമസ്കന്ധത്തിലെ ഋഷഭദേവന്റെ പുത്രന്മാര്, 81 പുത്രന്മാര് എങ്ങനെയാണ് ബ്രാഹ്മണരെ, ക്ഷത്രിയനായ ഋഷഭദേവന്റെ 81 പുത്രന്മാര് ധർമ്മോപദേശത്താൽ ഋഷഭദേവൻ അവരെ ബ്രാഹ്മണരാക്കി മാറ്റിയാണ്. അത് നമുക്കൊരു ദൃഷ്ടാന്തമാണ്. പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് 4 വർണ്ണങ്ങളുടെ ധർമ്മലക്ഷണങ്ങളൊക്കെ എല്ലാം പറഞ്ഞതിന് ശേഷം ഈ സ്ത്രീകളുടെ ധർമ്മത്തെ കുറിച്ചാണ് നാരദ മഹർഷി യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നത്. അത് പറയുന്നത്, സന്തുഷ്ട, അലോലുപ, ദക്ഷ, പ്രിയ, സത്യവാക്ക്, അപ്രമത്ത, ശുചി, സ്നിഗ്ധ, പതിം അപതിതം പതിയത്. സന്തുഷ്ട,
അലോലുപ, ദക്ഷ, ധർമ്മജ്ഞ, പ്രിയ സത്യവാക്ക്, അപ്രമത്ത, ശുചി, സ്നിഗ്ധ, ഇതൊക്കെയാണ് ഒരു സ്ത്രീയുടെ ലക്ഷണങ്ങൾ. ഒരു ഗൃഹസ്ഥയായ അല്ലെങ്കിൽ ഒരു ധർമ്മിഷ്ഠയായ ഒരു സ്ത്രീയുടെ ലക്ഷണമൊക്കെയാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ സന്തുഷ്ട എന്ന് വെച്ചാൽ നമ്മൾ കിട്ടിയത് കൊണ്ട് ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ ജീവിതം കണ്ട് നമുക്ക് അതുപോലെ ജീവിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമുക്ക് സ്വസ്ഥത ഇല്ലാതാവില്ല ജീവിതത്തിൽ. അപ്പൊ ഉള്ളത് കൊണ്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. അതാണ് സ്ത്രീയുടെ ഏറ്റവും വലിയൊരു ഒരു ഗൃഹസ്ഥയായ സ്ത്രീയുടെ ഏറ്റവും വലിയൊരു ഗുണം ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ പഠിക്കുക. പിന്നെ കൂടുതൽ കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവാൻ പാടില്ല. കൂടുതൽ ഇനിയും വേണം ഇനിയും വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവാൻ പാടില്ല. പിന്നെ ധർമ്മത്തെ എല്ലാം അറിഞ്ഞ് ജീവിക്കുന്നവളായിരിക്കണം. തൻ്റെ ചുമതലകളും പ്രവൃത്തികളും നിവർത്തിക്കുന്നതിൽ തനിക്ക് ഒരു ഗൃഹസ്ഥ സ്ത്രീ അല്ലെങ്കിൽ ഏത് സ്ത്രീ ആയാലും തനിക്കുള്ള പ്രവൃത്തികളും കടമകളും ഒക്കെ മടി കൂടാതെ അത് നടത്തുന്നവളായിരിക്കണം, അത് നിവർത്തിക്കുന്നവളായിരിക്കണം. പിന്നെ പ്രധാനമായിട്ടും ഭർത്തൃ ശുശ്രൂഷയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, പരമധർമ്മമായിട്ട് ഇവിടെ പറയുന്നത്. ഭർത്താവിനെ പറയുന്നത് സ്വന്തം അവരവരുടെ സ്വന്തം ഭർത്താവിനെ ലക്ഷ്മി ദേവി എങ്ങനെയാണ് ഭഗവാനെ ശുശ്രൂഷിക്കുന്നത് അതുപോലെ തൻ്റെ ഭർത്താവും വിഷ്ണു ഭഗവാൻ തന്നെയാണ് എന്ന ആ ഒരു ഭാവനയോടുകൂടി വേണം പിന്നെ ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ എന്നാണ് പറയുന്നത്. നമുക്ക് അതിന് ഒരു പറയുന്നത് പറയുന്നത് ഇവിടെ ലക്ഷ്മി ദേവി ഭഗവാനെ ശുശ്രൂഷിക്കുന്ന എങ്ങനെയാണെന്ന് പറയുന്നു. കൂടാതെ ഇന്ന് നമ്മൾ ഇവിടെ പറഞ്ഞതിലുള്ളതാണ് ഏതാ കർദമന്റെ ഭാര്യയായ ദേവഹൂതി മാതാവ് എപ്രകാരമാണോ തൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിച്ചത്. വിവാഹം കഴിഞ്ഞ് വന്ന ദേവഹൂതി മാതാവ് കർദമൻ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അവരിതൊന്നും ദേവഹൂതി മാതാവ് ഇതൊന്നുമേ ശ്രദ്ധിക്കില്ല. അവര് ഭർത്താവിനെ അവിടെ പറയുന്നുണ്ട്. ആ സ്ത്രീലക്ഷണമാണ് പറയുന്നത്. നിത്യം പരിചര്യ പ്രീത്യ ഭവാനി വ ഭുവം പ്രഭു എന്ന് വെച്ചാൽ പരമേശ്വരനെ പോലെ. പാർവതി ദേവി എപ്രകാരമാണോ പരമേശ്വരനെ തൻ്റെ ഭർത്താവ് പരമേശ്വരനെ പൂജിക്കുന്നത് ശുശ്രൂഷിക്കുന്നത് അതുപോലെ വേണമെന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ മഹാവിഷ്ണുവിനെ എപ്രകാരമാണ് മഹാലക്ഷ്മി തൻ്റെ സ്വന്തം ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നത് അതുപോലെ ഇവിടെ എപ്രകാരമാണോ പാർവതി ദേവി പരമശിവനെ പൂജിക്കുന്നത് അതുപോലെ വേണമെന്നാണ് പറയുന്നത്. വിശ്രംഭേണ ആത്മശൗചേന ഗൗരവേണ ദമേനജ ശുശ്രൂഷയ സൗഹൃദേന വാച മധുര എന്തൊക്കെ വേണം? വിശ്രംഭേണ വിശ്വാസത്തോടെ, പിന്നെ ആത്മശൗചേന ദേഹ മനഃശുദ്ധി, അതാണ് ആത്മശൗചേന. പിന്നെ ഗൗരവേണ ആദരവോടുകൂടി, ദമേന എന്ന് വെച്ചാൽ ബാഹ്യ നമ്മുടെ എല്ലാത്തിൻ്റെയും നിയന്ത്രണം. പിന്നെ എന്താണ്? പ്രേമത്തോട്, സൗഹൃദേന വളരെ പ്രേമത്തോടുകൂടി, പിന്നെ മധുരമായ വാക്കോടുകൂടി, ഇങ്ങനെയൊക്കെ വേണമെന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പറയുന്നുണ്ട് വിസൃജ്യ കാമം, ദംഭം, ദേഷം, ലോഭം, മതം, അഹംഭാവം, അഹംഭാവം ഇതൊക്കെയാണ്
അവിടെ പറഞ്ഞിരിക്കുന്നത്. ദേവഭൂതി മാതാവിന്റെ ഗുണങ്ങളാണ് പറയുന്നത്. അവരുടെ ഗുണങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു സ്ത്രീ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നാരദ മഹർഷിയും പറയുന്നത്. ഇവിടെ നമ്മുടെ ഭാഗവതത്തിൽ പറയുന്നത് പിന്നെ എന്താണ്, അവളുടെ ഭർത്താവിനെ ദൈവമായി തന്നെ കരുതണം. അതുകൊണ്ട് അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കുക, ഭർത്താവിന്റെ വാക്കിലും പ്രവൃത്തിയിലും അനുകൂലിക്കുക, ഭർത്താവിന്റെ ബന്ധുക്കളെയൊക്കെ സ്വന്തം ബന്ധുക്കളെ പോലെ താല്പര്യത്തോടുകൂടി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ ഭർത്താവ് അനുഷ്ഠിക്കുന്നതായ വ്രതത്തെ അനുഷ്ഠിക്കുക, അതുപോലെ അനുഷ്ഠിക്കുക. പിന്നെ ഗൃഹപരിപാലനം, കുട്ടികളുടെ പരിചരണം, ഇതൊക്കെ സ്ത്രീധർമ്മമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അന്യഗ്രഹങ്ങളിൽ പോയിരുന്ന് ആവശ്യമില്ലാതെ സമയം കളയരുത് എന്ന് പറയുന്നുണ്ട്. കുട്ടികൾക്കും ഭർത്താവിന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. വിനയത്തോടും പ്രിയമായ വാക്കുകളോടും കൊണ്ടും പ്രേമപൂർവ്വം ഭർത്താവിനെ ശുശ്രൂഷിക്കുക. ഇവയൊക്കെയാണ് സ്ത്രീധർമ്മം എന്ന് പറയുന്നത്. അതായത് പറയുന്നത് യാപതി ഹരിഭാവേന പദ്യ ശ്രീരിവ തത്പര ഹരിയാത്മന ഹരേർ ലോകെ പത്യ ശ്രീരിവ മോദനം. തന്റെ ഭർത്താവ് തന്നെയാണ് പൂജ്യനായ വിഷ്ണു ഭഗവാൻ എന്ന ഭാവത്തോടുകൂടി സാക്ഷാൽ മഹാലക്ഷ്മി ഭഗവാൻ മഹാവിഷ്ണുവിനെ എപ്രകാരം ഭജിക്കുന്നു അപ്രകാരം ശുശ്രൂഷിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഇനി പറയുന്നത് നാരദ മഹർഷി ഇതിൽ പറയുന്നത് ശങ്കരജാതികളിൽ പിറന്നവരുടെയൊക്കെ വൃത്തികളെ കുറിച്ചാണ് പറയുന്നത്. ശങ്കരജാതികൾ എന്ന് പറയുമ്പോൾ 2 തരം ഉണ്ട്. അവരെ പ്രതിലോമജന്മാരെന്നും അനുലോമജന്മാരെന്നും ആണ് പറയുന്നത്. പ്രതിലോമജന്മാരെന്ന് പറഞ്ഞാൽ ഉയർന്ന ജാതി സ്ത്രീയില് താണ ജാതിയിലുള്ള പുരുഷനിൽ നിന്ന് ഉയർന്ന ജാതി സ്ത്രീയിൽ ജനിക്കുന്ന സന്താനങ്ങളെയാണ് ഈ പ്രതിലോമജന്മാരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ താണജാതി സ്ത്രീയിൽ നിന്ന് ഉയർന്ന ജാതി പുരുഷന്മാർക്കുണ്ടാകുന്നതാണ് ഈ അനുലോമജന്മാര്. അങ്ങനെ ബ്രാഹ്മണ സ്ത്രീയിൽ നിന്ന് ക്ഷത്രിയന് ഉണ്ടാകുന്ന സന്താനമാണ് അങ്ങനെ പറയാം പ്രതിലോമജന്മാര്. അപ്പൊ അതിന് നമുക്കൊരു ഉദാഹരണമുണ്ട്. നമ്മുടെ ഭാഗവതത്തില് നൈമിഷാരണ്യത്തിൽ വെച്ച് ഭാഗവത പുരാണത്തെ പറയുന്ന സൂതൻ പ്രതിലോമ ജാതിയിൽ ആണ്, പ്രതിലോമജനാണ്. അതുപോലെ കർണന്റെ വളർത്തച്ഛനായ അതിരഥൻ, അദ്ദേഹവും പ്രതിലോമ ജാതിയിൽപ്പെട്ടതാണ്. ഇവർക്കൊക്കെ പറഞ്ഞിരിക്കുന്ന ധർമ്മങ്ങൾ പുരാണങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അധികാരപ്പെട്ടവരാണ് ഈ പ്രതിലോമജന്മാർ. അപ്പൊ അതുപോലെ എന്താണ് കുതിരകളെ വളർത്തുക, അതിരഥൻ അതായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ തൊഴില്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളാണ് ഇവർക്ക് ഈ പ്രതിലോമജന്മാർക്ക് അനുലോമന്യന്മാർക്കൊക്കെ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ. പിന്നെ നാരദ മഹർഷി പറയുന്നത് അവരവരുടെ കുലങ്ങളിൽ പരമ്പരയാ നടത്തി വരുന്നതായ തൊഴില് അവരുടെ ഉപജീവന മാർഗമായിട്ട് സ്വീകരിക്കണം എന്ന് പറയുന്നു. എന്നുവെച്ചാൽ പരമ്പരാഗതമായിട്ട് എന്ത് തൊഴിലാണ് അവർ ചെയ്തിരുന്നത് അത് തന്നെ അവരുടെ ഉപജീവനമായിട്ട് കരുതണം എന്ന് പറയുന്നു. പിന്നെ പറയുന്നുണ്ട് ഈ കളവ് പിടിച്ചു പറയുമ്പോൾ മോശമായ രീതിയിലുള്ള പ്രവൃത്തികളൊന്നും അവരുടെ പൂർവികന്മാർ ചെയ്തിരുന്നെങ്കിലും അതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ഉപേക്ഷിക്കണം. പരമായിട്ടുള്ള ജനങ്ങൾക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന പ്രവൃത്തികളൊന്നും ഏർപ്പെടാൻ പാടില്ല എന്നൊക്കെയാണ് ഇതില് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. ഇനി അടുത്തത് ഇത് എങ്ങനെയാ ഈ ഗുണങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് കൂടെയാണ് ഇവിടെ പറയുന്നത്. സത്വ രജോതമ ഗുണങ്ങൾക്ക് ഇവിടെ ഏറ്റക്കുറവ് അനുസരിച്ച് നമ്മുടെ ശമതമാദി ഗുണങ്ങളിലും വ്യത്യാസം കാണുന്നു. അപ്പൊ അവരവർക്ക് അനുകൂലമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് കർമ്മങ്ങളെയൊക്കെ അനുഷ്ഠിക്കുന്നതാണ് ശ്രേയസ്കരമെന്ന് ഇത് വേദത്തിലും സ്മൃതികളിലും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നത് ഇവിടെ എന്താണ്, സ്വകർമ്മം നികൃഷ്ടമാണ്, പരകർമ്മമാണ് ശ്രേഷ്ഠം എന്നൊക്കെ കരുതി മറ്റുള്ളവരുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുന്നത് തെറ്റാണെന്നാണ് പറയുന്നത്. തന്റെ പരമ്പരാഗതമായ കർമ്മം വധമാണ് നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന പരമ്പരാഗതമായിട്ടുള്ള കർമ്മമെങ്കിൽ
അതാണ് ഉചിതമായിട്ടുള്ളത്. അത് ചെയ്യണം. അത് തന്നെയാണ് അവന് ഗുണകരം എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ഷത്രിയന് ശത്രുവധം എന്ന് പറയുന്നത് ശത്രു ആണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ കഷ്ടമാണെന്ന് ഭാവത്തില് ക്ഷത്രിയൻ ബ്രാഹ്മണന്റെയോ വൈശ്യന്റെയോ ഒക്കെ ധർമ്മങ്ങൾ സ്വീകരിക്കുന്നത് ശരിയല്ല. ഇത് തന്നെയാണ് അർജുനൻ ഭഗവത്ഗീതയില് ഭഗവാൻ സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. എന്താണ് സ്വാഭാവികമായ കർത്തവ്യകർമ്മങ്ങള് പിന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളെയൊക്കെ ചെയ്യാതെ മറ്റുള്ള ചെയ്യുന്ന കർമ്മങ്ങൾ അത് ചെയ്യാൻ പാടില്ല. സ്വാഭാവികമായ കർത്തവ്യകർമ്മത്തെ ഈശ്വരാർപ്പണമായിട്ട് അനുഷ്ഠിക്കുക അതാണ് നമ്മുടെ ധർമ്മം. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് നമ്മൾ പാപത്തിൽ എത്തുന്നില്ല, നമുക്ക് ശ്രേയസ് ഉണ്ടാകുന്നു, നമുക്കത് മോക്ഷം എത്താം എന്നാവും കൂടിയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഈ വിവിധ വൃത്തികളൊക്കെ സ്വീകരിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് കർമ്മമാർഗത്തിലൂടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നയിക്കുന്ന ഒരു മനുഷ്യന് ക്രമത്തിൽ ഈ കർമ്മവാസനയൊക്കെ നശിച്ചിട്ട് വിരക്തനായി സത്വാദി ഗുണങ്ങളെയൊക്കെ എല്ലാം അതിക്രമിച്ച് പരമശാന്തിയെ പ്രാപിക്കുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണത്തിന് ഒരു കൃഷി സ്ഥലത്ത് ഒരു പാടത്തോ ഭൂമിയിലോ നിരന്തരം കൃഷി ചെയ്തുകൊണ്ടിരുന്നാൽ ആ ഭൂമിക്ക് ഇനി വീണ്ടും വിളകളെ ഭൂയിഷ്ടിപ്പെടുത്താനോ അവയെ പരിഷ്ടിപ്പെടുത്താനോ ഉള്ള ശക്തി നശിച്ചു, ആ ഭൂമിക്ക് നശിച്ചു. അതുപോലെ കഴിയുന്നില്ല. അപ്പം മണ്ണിന്റെ ഭൂഷ്ടിക്രമത്തിൽ അത് ഇല്ലാതായി വിത്തുകളെയൊക്കെ ശരിയായ രീതിയിൽ അതിനെ വളരുവാൻ ഉള്ള വീര്യം ഇല്ലാതെയായിപ്പോയി. എന്നതുപോലെയാണ് വളരെ കാലം നമ്മൾ കർമാനുഷ്ഠമായിട്ട് വിഷയഭോഗങ്ങളൊക്കെ അനുഭവിച്ച് വേദവിഹിതമായ വേദത്തിൽ പറഞ്ഞനുസരിച്ച് കർമ്മങ്ങൾ ചെയ്താൽ കർമ്മവാസനയൊക്കെ നശിച്ച് മനസ്സ് ശുദ്ധമാകും എന്നും അതോടെ നമുക്ക് വിരക്തി ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അല്പകാലം കൊണ്ട് ഇതൊന്നും ഉണ്ടാവുകയില്ല, അത് കുറെ താമസം എടുക്കും. ഈ കർമ്മവാസനയൊക്കെ നശിച്ച് നമുക്ക് മനസ്സ് ശുദ്ധമായി നമുക്ക് വിരക്തിയിലേക്ക് എത്താണെങ്കിൽ അതിന് കുറെ സമയം എടുക്കും. അപ്പൊ അതാണ് പറയുന്നത്. അങ്ങനെ ഇതെല്ലാം നശിച്ച് മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ അവിടെ ഭഗവാന്റെ വാസം ഉണ്ടാവും. അതാണ് പറയുന്നത്. ശുദ്ധമായ മനസ്സിൽ ഭഗവാൻ വന്നിരിക്കുന്നു. അങ്ങനെ ശുദ്ധ മനസ്സിൽ ഗോവിന്ദ തിഷ്ഠതി സ്വയമേവ തിഷ്ഠതി എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വർണ്ണങ്ങളെയൊക്കെ നിശ്ചയിക്കുന്ന ലക്ഷണങ്ങള് പറഞ്ഞതിന് ശേഷം നാരദമുനി പറയുന്നു, ഒരു പുരുഷന്റെ വർണ്ണത്തെ നിശ്ചയിക്കുന്ന ലക്ഷണങ്ങൾ, ആ ലക്ഷണങ്ങൾ ഒരു വർണ്ണത്തിലുള്ള ലക്ഷണങ്ങൾ തന്നെ മറ്റു വർണ്ണങ്ങളിലും കാണപ്പെടുന്നു. അപ്പൊ ജന്മം കൊണ്ടോട്ട് മാത്രം ഒരാൾ ബ്രാഹ്മണനാകുന്നില്ല എന്നാണ് പറഞ്ഞത്. ഒരു മനുഷ്യൻ ബ്രാഹ്മണ സ്ത്രീയിൽ ജനിച്ചെന്ന് വിചാരിച്ച് ബ്രാഹ്മണ സ്ത്രീയിൽ ജനിച്ചെന്ന് വിചാരിച്ച് അയാൾ ബ്രാഹ്മണനാകുന്നില്ല. പക്ഷെ എങ്ങനെയാണ് ശമദമാദി ഗുണങ്ങള് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളും സത്യസന്ധമായി നിഷ്ഠയോടും കൂടി ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഈ ബ്രാഹ്മണനാകാൻ കഴിയുള്ളൂ എന്നാണ് നാരദ മഹർഷി പറയുന്നത്. അപ്പോ പിന്നെ ശൂദ്ര സ്ത്രീയിൽ ജനിച്ചുവെങ്കിലും ആ പുരുഷനിൽ സമ ദമ അഹിംസ മുതലായ ഈ ധർമ്മങ്ങൾ മുമ്പേ പറഞ്ഞ 30 ധർമ്മങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അവൻ ശൂദ്രനല്ല, ശരിക്കും ബ്രാഹ്മണൻ തന്നെയാണ് എന്നാണ് അങ്ങനെ വേണം കരുതാൻ. അതുപോലെ ബ്രാഹ്മണ സ്ത്രീയിൽ ജനിച്ച ഒരു പുരുഷന് അയാള് കൃഷിയാണ്, കൃഷി വ്യാപാരവും അതൊക്കെ ആണ് അദ്ദേഹത്തിൽ കാണുന്നതെന്ന് വെച്ചാൽ ആ മനുഷ്യൻ ബ്രാഹ്മണനല്ല, അങ്ങനെ വൈശ്യനാണ്, വൈശ്യ സ്വഭാവമാണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ ഇപ്രകാരം ഈ ഗുണങ്ങളെയൊക്കെ അനുസരിച്ച് ഉത്തമ ഗുണങ്ങളെയൊക്കെ അനുസരിച്ചിട്ട് ജീവിച്ച് ജ്ഞാനവൈരാഗ്യത്തോടുകൂടി സംസാരമാകുന്ന ഈ ക്ലേശ സമുദ്രത്തെ തരണം ചെയ്യാനും അതിൽ നിന്ന് മോക്ഷത്തിലേക്ക് എത്താനും ഉള്ള ഒരു ഉപായമാണ് വർണ്ണാശ്രമ ആചാര നിയമം എന്ന് നാരദ മഹർഷി പറഞ്ഞ് യുധിഷ്ഠിര മഹാരാജന് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഈ അധ്യായത്തെ അവിടെ അവസാനിപ്പിക്കുന്നത്.
ഇത്രയും ആണ് എനിക്ക് പറയാൻ പറ്റിയിട്ടുള്ളത്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പറ്റുന്നില്ല പറയാൻ. ഒക്കെ ഞാൻ പറഞ്ഞു. എല്ലാവരും ക്ഷമിക്കണം എന്നോട്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ശ്രീ പത്മനാഭ സ്വാമിയുടെ പാദങ്ങളിലും നമ്മുടെ തിരുമേനിയുടെ പാദങ്ങളിലും ഒക്കെ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ വാക്കുകളൊക്കെ ഞാൻ തിരുമേനിയുടെ പാദങ്ങൾ ശ്രമിക്കും. എന്തെന്ന് വെച്ചാൽ ഇത്രയെങ്കിലുമൊക്കെ പറയാനോ ആക്കി തന്നതും ഭാഗവത പാരായണത്തിനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചുമ്മാ എന്തെങ്കിലും ഇത് പറയാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാക്കി തന്നത് നമ്മുടെ തിരുമേനി തന്നെയാണ്. അപ്പൊ അത് തിരുമേനിയുടെ പാദങ്ങൾ ഞാൻ ആദ്യം നമസ്കരിക്കുന്നു. പിന്നെ ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുള്ളതൊക്കെ എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എന്തൊക്കെയാ പറഞ്ഞു. അപ്പൊ എല്ലാവരും എന്നെ നന്നിട്ടുള്ള തെറ്റൊക്കെ എല്ലാവരും ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ പ്രകൃതി സംവാ കരോമി യജ്ഞ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. സപ്തമത്തിലെ പ്രഭാഷണം വളരെയധികം ഗംഭീരമായി. കാരണം സപ്താഹവേദികളിലൊക്കെ ഞങ്ങൾ ഒത്തിരി തല്ലുകൊള്ളുന്ന പ്രഭാഷണമായത്. എല്ലാവരുടെയും ഈ തുറപ്പിച്ചു നോട്ടവും, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ തുറപ്പിച്ചു നോക്കുക, അല്ലെ, വൈശ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനൊക്കെ പറഞ്ഞ് അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്താത്തത് കൊണ്ടാണെന്നുള്ളതാണ് സത്യം. അതിലേക്ക് എത്താൻ പാടുക. ഇന്നത് മനസ്സിലാക്കണമെങ്കിൽ അതിനനുസരിച്ച് ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചാലേ പറ്റൂ. എന്തായാലും വളരെ നല്ല ഒരു പഠിച്ച പ്രഭാഷണമാണ്. ശരിക്കും നന്നായിട്ട് അതിനായിട്ട് വർക്ക് ചെയ്ത് അത് കൂട്ടി കണക്ട് ചെയ്ത് നമുക്ക് അവതരിപ്പിച്ചത് ശരിക്കും ഒരു അസറ്റായിട്ട് തന്നെ നമുക്ക് എടുക്കാം. നന്നായിട്ടുള്ള അധ്യായം പറയണമെങ്കിൽ എളുപ്പമല്ല. അതാണ് സത്യത്തിൽ അവിടെ. അപ്പം എന്തായാലും അത് വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചു. നമുക്കൊക്കെ അത് പ്രയോജനമായി. എന്തായാലും ഇനിയും ഇങ്ങനെയുള്ള ഇത് പഠിക്കാനും പറയാനും ഒക്കെയുള്ള മോഹവും അതുപോലെ തന്നെ വായിക്കാനും ഒക്കെ കീർത്തനങ്ങൾ പാടാനും ഒക്കെ ഗുരുവായൂരപ്പൻ ധാരാളം അവസരങ്ങൾ കൊണ്ടുവരട്ടെ. ആയുരാരോഗ്യ സൗഖ്യം കൊടുക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഈ വേദിയിൽ ഇരുന്നുകൊണ്ട് കണ്ണനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.